ഹലോ ഗായ്സ്, അപ്പോൾ ഈവനിങ് ആണ് കേട്ടോ. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. അമ്പലത്തിലോട്ട് പോവുകയാണ്. മണ്ണൂർ കഴമന്നത്തേക്ക് പോകണേ. അവിടെ വേലയാണ്, പക്ഷേ ഇന്നല്ല, 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. രാവിലെ റെഡി ആയതാണ്, പക്ഷേ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം പെട്ടെന്ന് കണ്ണേറ്റം വിളിച്ച് റെഡി ആയിക്കോ, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് റെഡിയാവുക കേട്ടോ. ആ ദിവസം ഈ നിഷ്കളങ്ക ഭാഗത്തോടെ നോക്കി ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അമ്മ ഈ വാച്ച് വേണ്ട, വേറെ വാച്ച് കിട്ടിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഓക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ അമ്മ ഈ ഡ്രസ്സ് വേണ്ട, വേറെ ഡ്രസ്സ് ഇട്ടോട്ടെ. അങ്ങനെ പോവാൻ നേരം വരെ അവൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് എപ്പോഴും ഉള്ള ശീലമാണ്. പിന്നെ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡാണ് ഷെയ്ഡ്. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മെബലിൻ്റെ ആണ്. ഞാൻ സാധാരണ ബ്രൗണാണ് യൂസ് ചെയ്യുക. അതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. റെഡ് ഇട്ടപ്പോൾ എനിക്ക് തോന്നി അതല്ല, ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഇത് അടിപൊളി ഒരു ലിപ്സ്റ്റിക്ക്, പെട്ടെന്ന് ട്രൈ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആണ്. അതുപോലെ സ്മജ് ആവുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് അതും കയറി വന്നായിരുന്നു കേട്ടോ, എന്നെ കൂടെ കാണിക്കാൻ മേ പറഞ്ഞിട്ട്. അപ്പം ഇതിട്ടപ്പം എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തോന്നി. അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോഴും ഇടുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്നതിനെ മറക്കരുതല്ലോ. അത് വന്നിട്ട് ഡാസ്ലറിൻ്റെ ആണ്. ഞാൻ അതുകൂടെ ഇതിലൊന്ന് കുത്തിത്തുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നുകൂടെ തോന്നി ആദ്യം ഇട്ടതാണ് കുറച്ചുകൂടെ നല്ലത്, റെഡ് മാത്രം മതിയെന്നോ തോന്നി. പിന്നെ അധികം കണ്ണാടി നോക്കാൻ നിന്നില്ല. എന്നാൽ ഇനിയും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കുഞ്ഞി ക്ലിപ്പ് വെച്ചിട്ട് മുടിയൊന്ന് പിന്നെ സിന്ദൂരം ഇട്ട് കുഞ്ഞി പൊട്ടും കൂടെ വെച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണേ ഞാൻ ബാങ്ക്സ് ആയിട്ട് കുറച്ച് മുടി ഫ്രണ്ടിലും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നല്ല കൊമ്പ് നിൽക്കുന്ന പോലെയാണ്. ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു മുടി, കൊമ്പ് നിൽക്കുന്ന പോലെ നിന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അത് ബേബി ഹെയർ ആണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചു അങ്ങ് പരത്തിയിട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ ഒരു സെറ്റ് സാരി ഡ്രൈ ക്ലീനിങ് കൊടുത്താണ്, അത് കിട്ടി. അത് കണ്ണേട്ട ഒന്ന് തന്നിട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാവനെ ആട്ടി നോക്കിയെങ്കിലും അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ തൊട്ടിൽ നിന്ന് നല്ല എടുത്ത് വെച്ചു. ഇനി അവനെ ഒന്ന് റെഡിയാക്കണം. അതിനുശേഷം എനിക്ക് ഡ്രസ്സ് ഇടാനുള്ള വകുപ്പുള്ളൂ. അപ്പോൾ അവനെ വേഗം ഒന്ന് റെഡിയാക്കിയിട്ട് കണ്ണു മൂക്ക് എഴുതി കൊടുത്തേ. ഞാൻ അങ്ങനെ പുറത്തുമ്പോൾ പുരിയൊന്നും എഴുതി കൊടുക്കാറില്ല, എന്നാലും എഴുതി കൊടുത്തു. അങ്ങനെ ഫൈനലി ഞാനും ഡ്രസ്സ് ചെയ്തു. കണ്ണേട്ടം വന്നു. ഇത് ചേച്ചിയുടെ ഡ്രസ്സ് ആയതുകൊണ്ടാട്ടോ കുറച്ചുകൂടെ പട്ടിഷോ കാണിക്കുന്നത്. അവളുടെ ഡ്രസ്സ് 2 സ്റ്റിച്ചേ ഞാൻ അഴിച്ചുള്ളൂ, അപ്പോഴത്തേനും എനിക്ക് കൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പട്ടിഷോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ കുറേ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് മെല്ലെയാണ് അമ്പലത്തിൻ്റെ അകത്തോട്ട് തന്നെ കയറിയത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുത് ഇറങ്ങി. അവിടെ നാടൻപാട്ടായിരുന്നു കേട്ടോ തലേ ദിവസമൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആളുകൾക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും തിരക്ക് വരും രാത്രി. ഈ ഡാൻസൊക്കെ തുടങ്ങാൻ നേരം ഇനിയും തിരക്ക് വരും. അങ്ങനെ മഴ പെയ്യാനുള്ള കുളമൊക്കെ ഉണ്ടായിരുന്നു, ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലെത്തി. ബൈക്കിലായിരുന്നു പോയത്. ആ ദിവസം അവിടെ കണ്ട ടോയ്സ് ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു വീട്ടിൽ വന്നിട്ട് കേട്ടോ. എവിടെ ഇറങ്ങിയാലും അതിന് ടോയ്സ് വേണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.